ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നവംബർ മാസത്തിൽ മൈസൂർ പോയ അതേ വ്ളോഗിന്റെ ഒരു കണ്ടിന്യൂറ്റി ആണ് കേട്ടോ. അപ്പൊ ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതിനിങ്ങനെ തപ്പി 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 നടന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഗ്രീൻ ലീഫ് റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റിനെ കുറിച്ച് ഞങ്ങളുടെ ഫ്രണ്ട് തന്നെ പറഞ്ഞ് ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി മാപ്പൊക്കെ ഇട്ട് എത്തി അവിടെ. വിചാരിച്ച പോലെ അല്ല കേട്ടോ, നല്ല കിടിലൻ ഫുഡായിരുന്നു. അവിടുത്തെ സ്റ്റാർട്ടേഴ്സ് തന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്. ഒരു ബജ്ജി പോലത്തെ ഒരു സാധനം, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനിവിടെ മൈസൂർ മസാല ദോശയും നോർമൽ മസാല ദോശയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. ഇനി നമുക്ക് കറങ്ങാൻ പോയാലോ? ഇനി ഒരാളെ പരിചയപ്പെടുത്താം. ഇതാണ് സുജിത്ത്. സുജിത്താണ് ഞങ്ങൾക്ക് ട്രാവലിങ്ങിന് വേണ്ടി എല്ലാ ഹെൽപ്പും ചെയ്തത്. അപ്പൊ പിന്നെ ഇനി നിൽക്കുന്നില്ല, നേരെ ഞങ്ങൾ ഗാർഡനിലേക്ക് വിട്ടു. ഇത് ഇന്ദിരാനഗറിലാണ്, സൂ റോഡ് ഇന്ദിരാനഗറിൽ. ഇവിടെ പോയി ടിക്കറ്റ് ഒക്കെ എടുത്തു. 120 രൂപയാണ് പെർ ഹെഡ്. ടിക്കറ്റ് ഫാമിലി പാക്കേജ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു ഗാർഡനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ പേര് ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻ, മൈസൂർ സൂ എന്ന് അറിയപ്പെടുന്നുണ്ട്. എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1892 അന്ന് ഇത് 10.9 ഏക്കേഴ്സ് ആണ് കേട്ടോ ഉള്ളത്. പിന്നെ 1907 ഇതിൽ 6.22 ഏക്കറും കൂടെ കൂട്ടി. അപ്പൊ ഇത് മൊത്തം 17.12 ഏക്കേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് കണ്ടു തീർക്കാൻ ഒരു 2-3 മണിക്കൂർ മിനിമം വേണം. പിന്നെ ഇവിടെ ഭയങ്കര ക്ലീൻ ഏരിയ ആണ് കേട്ടോ. ഒരു വൃത്തികേടോ സ്മെല്ലോ ഒന്നും തന്നെ ഇല്ല. വളരെ പക്ക നീറ്റായിട്ട് കൊണ്ടു നടക്കുകയാണ് ഈ സൂ. പുറത്തുനിന്നുള്ള ഫുഡൊന്നും ഇവിടെ അലൗഡ് അല്ല. അത് മാത്രമല്ല, ഇവിടെ ഇരുന്ന് കഴിക്കാനോ അങ്ങനെയുള്ള പരിപാടി ഒന്നും ഇവിടെ അലൗഡ് അല്ല. എറൗണ്ട് 1400ഓളം മൃഗങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ? ബാ. കണ്ടോ, ഇനി വലിയ ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി പോകാം. അങ്ങ് ദൂരെ കണ്ടോ. ഇവരെ കൊണ്ടൊന്നും നമുക്ക് ശല്യമില്ല കേട്ടോ. നമുക്ക് അത്ര അടുത്തൊന്നും ഇവരെ കാണാൻ പറ്റില്ല. കുറച്ച് ദൂരം മാത്രം നിന്നിട്ട് കാണാനേ പറ്റത്തുള്ളൂ. നടന്ന് കാലിന്റെ ഊപ്പാട് തീർന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി കുറച്ചേരം ഇരുന്നു, വെള്ളമൊക്കെ കുടിച്ചു. ഇവിടെ ഫുഡ് ഐറ്റംസ് ഒന്നും അലൗഡ് അല്ലാന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം വെള്ളം കുടിക്കലാണ്. വെള്ളം കുടിക്കാൻ മാത്രമുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ പോയി നമുക്ക് വെള്ളം കുടിക്കാം. ഗ്ലാസ് ഒക്കെ അവിടെ തിരിച്ചു വെച്ച് വാഷ്റൂമും ഉണ്ട് കേട്ടോ ഇറങ്ങാൻ നേരത്ത്. ഇതൊരു ഫോട്ടോ പോയിന്റ് ആണ് കേട്ടോ. നമ്മുടെ പിൻഗാമികളാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പൊ ആ കൂട്ടത്തിൽ നമുക്കും പോയി നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാം. ഇനി ഞാൻ ഇവിടുത്തെ കുറച്ച് ചരിത്രം പറയാം. ഇവിടുത്തെ രാജാവ് ചാമരാജ വാഗ്യറാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അയാൾക്കുള്ള ബഹുമാനാർത്ഥമായിരിക്കാം ഇതിന്റെ പേര് തന്നെ കിട്ടിയിരിക്കുന്നത്, ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻ. കണ്ടോ, പിണങ്ങി പോകുന്നത് ഒരാള്. ഞാൻ അവിടെ നിന്ന് പോയി തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ആൾക്ക് പിണക്കം. പിന്നെ വേഗം അങ്ങ് എഴുന്നേറ്റ് പോയി. പക്ഷെ എന്തൊക്കെയായാലും ഒരു ബോറടിയേ ഇല്ല. ഒന്നും മടുക്കുമ്പോഴേ നമുക്ക് ഇഷ്ടപ്പെട്ട താരങ്ങളായിരിക്കും മുന്നിൽ വരുന്നത്. ആനയും ആനക്കുട്ടന്മാരൊക്കെ കണ്ടോ, എന്തു രസാന്നറിയോ കാണാന്. പിന്നെ ഇവിടെ കുളിക്കുന്ന ഒരു വീരനെയും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാ മൃഗങ്ങളെയും കണ്ട് കാഴ്ചകളെല്ലാം കണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് നല്ലൊരു ഫുഡ് കഴിക്കണം. അവിടെ അടുത്ത് തന്നെയുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ കയറിയത്. ഒരു താലി പിന്നെ ഒരു ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ എക്സിബിഷൻ കാണാൻ വേണ്ടി പോയി. ഇവിടെ ദസറയുടെ ടൈമിൽ സ്പെഷ്യലായിട്ട് മൈസൂർ ദസറ എക്സിബിഷൻ നടക്കാറുണ്ട്.
ഇതിന്റെ ഈ എക്സിബിഷന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇത് ദസറയുടെ സമയത്ത് ഈ എക്സിബിഷൻ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഒരു രാജകൊട്ടാരത്തിന്റെ ശൈലിയിലാണ് ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ലൈറ്റിംഗ് ദസറ ആയതുകൊണ്ട് എല്ലായിടത്തും ഉണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഡ്രസ്സ്, ഫുഡ്, എല്ലാ കോസ്മെറ്റിക്സ്. അങ്ങനെ അവിടുത്തെ ചെറിയ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ ഞങ്ങൾ ചർച്ചിലേക്ക് പോയി. സെന്റ് ഫിലോമിനാസ് ചർച്ച്. ഇത് ഒരുപാട് പഴക്കമുള്ള 1843 ബിൽഡ് ചെയ്ത ഒരു ചർച്ചാണ് കേട്ടോ. ഇതിന്റെ ഒരു ബിൽഡിങ്ങിന്റെ ആ ഒരു ആർക്കിടെക്ചർ തന്നെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇത്ര തിടുക്കപ്പെട്ട് എന്തിനാ ഈ പള്ളിയിലും അവിടെ ഇവിടെയൊക്കെ പോകുന്നത് എന്നാണോ? വേറൊന്നും കൊണ്ടല്ല, ഇന്ന് തന്നെ ഞങ്ങൾക്ക് നാട് വിടണം. വീട്ടിലേക്ക് കറക്റ്റ് സമയത്ത് എത്തിയില്ലെങ്കിൽ അവര് ചിലപ്പോൾ നമ്മളെ നാട് കിടത്തും. അങ്ങനെ അവസാനത്തെ ഫൈനൽ ട്രാവൽ ഡെസ്റ്റിനേഷനായ ഞങ്ങൾ ഫോറം മോളിലെത്തി. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള മോളാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കൊള്ളാം. ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി. ഈ അടുത്ത പരിപാടി എന്തെങ്കിലും ഒന്ന് കഴിക്കണം. ഈ ഡെത്ത് ബൈ ചോക്ലേറ്റ് എന്ന് വെച്ചാൽ എന്ത് ചോക്ലേറ്റ് ആണ്? അതൊക്കെ പോട്ടെ. ഞങ്ങളൊരു ഫലൂദ മേടിച്ചു. വിചാരിച്ച ടേസ്റ്റ് ഒന്നുമില്ല, നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് ഒന്നും. അങ്ങനെ കഴിപ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ സുജിത്തും ബിനീഷക്കുട്ടിന്റെ കസിനും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരോട് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ മൈസൂറിൽ വിട്ടു. അപ്പൊ ഇനി അടുത്തൊരു വ്ളോഗുമായിട്ട് കാണാം. ബൈ, താങ്ക് യു.